ഹായ്. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടി നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് വന്നിട്ടുള്ള ചെറുകുന്നല്ലടാ സഞ്ജു നമ്മുടെ സ്ഥലം ചെറുകുന്ന്. അപ്പോൾ വൈഷ്ണവുണ്ട്, വിഷ്ണു ഉണ്ട്, ജിഷ്ണു ഉണ്ട്, സഞ്ജു ഉണ്ട്. നമ്മളിങ്ങനെ അവിടെ ഭയങ്കര ജനറേറ്ററിൻ്റെ സൗണ്ട്. നമ്മൾ രാവിലെ തന്നെ കുറച്ച് നല്ല രാവിലെയാണ് കേട്ടോ. കുറച്ച് നല്ല രാവിലെ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 8 മണി അതിരാവിലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. കല്യാണം നേരത്തെയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്നൊന്നും വീഡിയോ എടുത്തില്ല. വേഗം ഓടിപ്പിടിച്ച് ഇവിടെ ചെറുകുന്നെത്തി. അവിടെ ഭയങ്കര ജനറേറ്ററിൻ്റെ സൗണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കല്യാണവും ചെറിയ പരിപാടിയും കാര്യങ്ങളിലാണ്. നമ്മളെ ഒരു ഞായറാഴ്ച വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ നടക്കലാണ്. ചെറുകുന്ന് മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ പോകണ്ടേ. ഇങ്ങനെ പോയി കല്യാണം എവിടെയാണ് എൻ്റെ കല്യാണം വീട്ടാ. അപ്പോൾ നമ്മളിവിടെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇടത്തിൻ്റെ ചടങ്ങും പരിപാടികൾ നടക്കുന്നുണ്ട്. അധികം സൗണ്ട് പറയുന്നില്ല, കുറച്ച് സൗണ്ട് കുറച്ചിട്ട് ഒരുപാട് ആൾക്കാർ നോക്കില്ല. അപ്പോൾ വിഷ്ണു പണി ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. ഫോണിൽ കളി അവൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ ജാതകം കൂട്ടിക്കെട്ടൽ എന്ന് ഞാൻ അന്ന് സനുജാട്ടിൻ്റെ ഒരു കല്യാണം ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അത് കല്യാണ മണ്ഡപത്തിനാണ്. കല്യാണ മണ്ഡപത്തിനെക്കാട്ടിയും മാറ്റം ഉണ്ടാവും. നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലെ ചടങ്ങുകൾ മാറ്റമായിരിക്കും. അപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി കൊടുക്കുന്നത് ഇവരെന്താ എടുക്കുന്നത് വെച്ചിട്ട്. അപ്പോൾ ചെറിയ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അറ്റൻഡറെ പാൻറ് പിടിച്ചാ വന്നിട്ടില്ലേ. ഇവന്റെ അനിയൻ തന്നെയാട്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ഭാഗ്യം വീട്ടിൽ പേര് കൊടുത്തോളൂ. ഊക്കെന്ന് വെച്ചാൽ ഇതൊന്നല്ല. ഇവന് ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ 100 തിരിച്ച് ഇങ്ങോട്ട് കിട്ടും. വേറെ സംഭവം കാണിക്കാൻ പറ്റില്ല. അത് കാണിക്കാൻ പറ്റില്ല. അതല്ലേ അത് അമ്മ ഇത് മാറിപ്പോന്ന് വെച്ചിട്ട് മുണ്ട് മാറിപ്പോന്ന് വെച്ചിട്ടില്ലേ എഴുതി കൊടുത്തിയാണ്. നമ്മളെ ഈ പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണത്തിന് പോയാലേ പിന്നെ നമുക്ക് ശരിക്കും പൊതുവെ ഒന്നും കാണാൻ പറ്റലില്ല. ഫുള്ള് ക്യാമറാമാൻമാരായിരിക്കും. ഒന്നാമത് അവരെ താണ്ടിയിട്ട് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ കേസ് കാണുക മാത്രമേ നിവർത്തിയുള്ളൂ. പിന്നെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് കുറേ ആയി പിന്നെ ഇങ്ങനത്തെ കല്യാണം കാണാൻ വേണ്ടി പോകാതെ. ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ അധികം ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് എണ്ണിക്കേ 1 വേറൊരു കോമഡി ഉണ്ടേ. സഞ്ജു ഈ ഷർട്ട് വേറെ ഓരോ ഇടൂല കല്യാണത്തിന് മറ്റൊരു പുതിയ ഞാൻ മാത്രം ഈ കളർ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ഇട്ടോ. ഞാൻ വീശി 25 ആളെങ്ങാനുണ്ട് ഇതേ ഷർട്ടിൽ. ഇല്ല വിഷ്ണു പറഞ്ഞു ബ്ലാക്ക് ഷർട്ട് ആരും ഉണ്ടാവില്ല. അപ്പത്തോടെ പോകുന്ന ബ്ലാക്ക്. അപ്പൊ നീയോ ഈ ബ്ലാക്ക് അത് പറ്റില്ല. ബ്ലാക്ക് കല്യാണത്തിന് ആരും ബനിയനിട്ടിട്ടില്ല. എന്നെ കണ്ട ഞാൻ റെഡ്. അവിടെ നിൽക്കാനാവുന്നില്ല കേട്ടോ. ലേഡീസ് എല്ലാം വന്നുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. ഇവിടെ വന്നിട്ട് വെള്ളം കുടിച്ചു. ഇല്ല അവിടെ കിട്ടിയില്ല. അവിടെ ഇങ്ങോട്ടല്ലേ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടും പരിപാടിയെല്ലാം തുടങ്ങിയിട്ടാ. നമ്മൾക്ക് അങ്ങോട്ട് സഞ്ജു നോക്കി പഠിച്ചോ എങ്ങനെയാന്നല്ലോ. ഏതല്ല എങ്ങനെയാന്നല്ലേ. അപ്പോൾ സഞ്ജുവിൻ്റെ കൂടെ പഠിച്ച 2 സുഹൃത്തുക്കളുണ്ട്. ഇടാ പേര്
നിവേദ്യ, ആതിര. അപ്പോൾ സഞ്ജുവിൻ്റെ കൂടെ പഠിച്ചാണ്. അങ്ങനെ ഒരു ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടല്ലേ? നീ എന്തിനാ ചിരിക്കുന്നു? വെറുതെങ്കിലും വെറുതെ ചിരിക്കും. അടുത്ത് പോയി വെഡിങ് പേര് കുറച്ച് വെറൈറ്റിയാണ് ചെക്കൻ്റെ. പ്രണാം മഞ്ജുഷ. മഞ്ജുഷ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രണാം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നൊരു പേരാ അല്ലേ? അല്ലേ? ഓ, ഒരു കവർ ഇവിടെ കൊണ്ടു കൊടുത്തിട്ടില്ലേ? അത് തുറന്നു നോക്കി. സഞ്ജു നമ്മളെ ചാനൽ എല്ലാവരും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കില്ല. അതെട്ടോ എഴുതുക. നിങ്ങളെല്ലാവരും എവിടെയാ സ്ഥലം? ചെറുകുന്ന് അല്ലേ? അക്ഷയ് കാപ്പാടൻ. അക്ഷയ് കാപ്പാടൻ അതന്നെ മഞ്ഞ കിട്ടിയിരിക്കുന്നു. യൂട്യൂബ് കാപ്പാടൻ. സഞ്ജയ് മുടപ്പത്തി. ഓക്കെ, താങ്ക് യു. പിന്നെ നമുക്കൊരു 100 സബ്സ്ക്രൈബേഴ്സിന് പഠിക്കണം. നമ്മളെല്ലാം മാക്സിമം നാട്ടിലുള്ള എല്ലാ കല്യാണത്തിനും പോയി സബ്സ്ക്രൈബേഴ്സിന് പഠിക്കാനുള്ള ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അതും ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഫാമിലീസും ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്കൊന്ന് പോയിട്ട് ഒരു ചെറിയ ഫോട്ടോ എടുത്തിട്ട് അല്ലേ സഞ്ജു? സഞ്ജുവാൻ സാരഥി നയിക്കുന്നുണ്ട്. തിരക്കാ? ക്യൂവാ? നിങ്ങൾ ക്യൂവിലാണ്. നമ്മളെ ഒരു ഗിഫ്റ്റും കൊണ്ട് ഭയങ്കര തിരക്കാട്ടോ. ഫാമിലീസും ഫ്രണ്ട്സും എല്ലാം ആയിട്ട്. മീരക്ക് ഒരു ചേച്ചി ഒരു അനിയത്തി. അപ്പോൾ 3 ആളെയും ചങ്ങായിമാർ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തിരക്ക്. നാണം കെട്ടി വരുന്ന 3 ഓട്ടം ചെയ്യുമ്പോൾ കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി 3 ഓട്ടം കയറി 3 ഓട്ടം ഇറക്കി വിട്ടു. അടി ഇരിക്കാനുള്ള സ്ഥലം കേട്ടാ. അല്ലേ ചമ്മിപ്പോയേ. അപ്പൊ നമ്മളെ നമ്പർ വിളിച്ചിട്ടുണ്ട്. അപ്പുറം പോയിരുന്നോ? അപ്പുറം നിന്നോ? ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ ചോറ് കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. നമ്മൾ രാവിലെ പിന്നെ ജസ്റ്റ് ഒരു ചായയും കുടിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. സമയം 12 മണിയാകാൻ പോകുന്നത്രേ. നമ്മൾ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ണൂരേക്ക് എത്തി. അപ്പോൾ കണ്ണൂർ ചായ കുടിക്കാൻ വെച്ചിട്ട് സിനിമക്കാരന് നേരെ പോകുന്നു. അപ്പോൾ അപ്പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ചായപ്പൊടിയിൽ നമ്മൾ ചായ കുടിക്കാൻ റോഡ് ഏറ്റവും വണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ കോംപ്ലക്സിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾ വണ്ടി വെക്കലുണ്ട്. നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഇങ്ങനെ താഴെ തിരക്കൊന്നില്ലേ വെക്കലുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ വണ്ടി വെക്കട്ടെ ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് കാണണേ. അപ്പോൾ മരണച്ചൊറയാണ് നടക്കുന്നത്. ഇവിടെ എങ്ങനെയും വണ്ടി വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ റെഡിയാണ്. പക്ഷേങ്കിൽ ഇതുപോലുള്ള നമ്മൾ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്കിങ്ങിന് സൗകര്യം കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലും ഗ്യാപ്പിൽ നമ്മൾ വണ്ടി വെച്ചിട്ട് നമ്മൾ തൽക്കാല ആവശ്യം നമ്മൾ നടത്തുകയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറിയ വേഗം പോയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്ഥലത്തെ സെക്യൂരിറ്റി അവരെ ജോലിയാണത്. പക്ഷെ എന്നാൽ പോലും നമുക്കിങ്ങനത്തെ ചില സാഹചര്യങ്ങൾ വരുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വപരമായിട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും വരാനില്ല. ഇന്ന് ഷോപ്പെല്ലാം ക്ലോസ് ആണ്, സൺഡേ ആണ്. അപ്പോൾ സെക്യൂരിറ്റി ആണെങ്കിൽ മരണച്ചൊറയാണ്. അവിടെ വണ്ടി എടുത്ത് എടുക്കുക ചെയ്ത്. ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഈ ടവറിൻ്റെ നേരെ തായാണ് കേട്ടോ ഈ നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം. ഇപ്പോൾ ഒരു സംഭവം ശരിയാണ്, നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, സംഭവം ശരിയാണ്. പക്ഷേങ്കിൽ ഇവരേതായ ആൾക്കാരെല്ലാം ഇവിടെ വണ്ടി വെക്കാൻ വിടുന്നുണ്ട്. ഇവരിപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുവച്ചാണ്. അപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി. സമയം 7:30 അല്ലേ സമയം? 7:30. നമ്മൾ 5 മണീൻ്റെ ഷോക്കാണ് കയറിയത്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ഒന്ന് സ്പോയിലർ ചെയ്യാണ്ട്.
ഫുൾ വയലൻസ്. സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ്. ചോരക്കളി. അപ്പോൾ അപ്പുറത്തൊരു വീട്ടിൽ കൂടെ ഉണ്ട്, ആളെ തകൃതിയായി പണി നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ഉണ്ട് ചെറുങ്ങനെ എത്തോട്ട്. ഞാൻ ഈ വീഡിയോ തീർക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അപ്പോൾ എത്തോട്ടം വന്നിട്ട് ഇങ്ങനെ മേക്കിയിരിക്കും കൊടുക്കുന്നു, അവന് ക്യാമറയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ആയിന്, എല്ലാവരും നല്ലോണം ക്ഷീണം പിടിച്ചിന്, ചെറിയ തണുപ്പും പിടിച്ചിന്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വന്നപാടും പിന്നെ അങ്ങനെ കടന്നുറങ്ങി. ഇന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ടും പരിപാടിയിലുണ്ട് രാവിലെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വൈകുന്നേരമാണ് എത്തിയത്. കല്യാണവും നമ്മൾ സിനിമക്ക് പോയാലും കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സിനിമ മാർക്കോ എല്ലാവരും റിവ്യൂ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. ഉണ്ണിമൂന്നിൻ്റെ പെർഫോമൻസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. വയലൻസാണ് പടം. ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. നിങ്ങൾ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് മാർക്കോ എന്ന് പറഞ്ഞ പടം. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ ബൈ.